ഓഗസ്റ്റ് 29 ശനിയാഴ്ച വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ പീഡാനുഭവം. മാർക്കോസ് 6:17 മുതൽ 29 വരെ വാക്യങ്ങൾ. ഇന്ന് നാം വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദ സ്മാരകം ആയിട്ട് ആഘോഷിക്കുകയാണ്. സത്യത്തിനു വേണ്ടി ധീരമായി നിലകൊണ്ട ഒരു മനുഷ്യനായിട്ടാണ് നാം അദ്ദേഹത്തെ ഓർക്കുന്നത്. യോഹന്നാൻ ഒരു രാഷ്ട്രീയ നേതാവോ റോമൻ സാമ്രാജ്യത്തിലെ സ്വാധീനമുള്ള വ്യക്തിയോ ആയിരുന്നില്ല. മരുഭൂമിയിലെ ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു അദ്ദേഹം. എന്നിരുന്നാലും തൻ്റെ സഹോദരൻ്റെ ഭാര്യയായ ഹെറോദിയാസുമായുള്ള ഹെറോദസ് രാജാവിൻ്റെ അധാർമിക ബന്ധത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് രാജാവിനെ വെല്ലുവിളിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നു. അതിനായി അദ്ദേഹത്തിന് തൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു. യോഹന്നാന്റെ സാക്ഷി ഇന്ന് നമ്മോട് ശക്തമായി സംസാരിക്കുന്നു. സ്വേച്ഛാധിപതികൾക്ക് ബലപ്രയോഗത്തിലൂടെ ഇന്നത്തെ കാലത്ത് ഭരിക്കാൻ കഴിയില്ല എങ്കിലും ജനപ്രീതി, കൃത്രിമത്വം, വൈകാരികമായി ജ്വലിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ അംഗീകാരം എന്നിവയിലൂടെ അവർ അത് നേടുന്നു. ചിലർ പ്രീതി നേടുന്നതിനായി ക്രിസ്തീയ ഭാഷയും മൂല്യങ്ങളും ഉപയോഗിക്കുന്നു. അതേസമയം അവരുടെ പ്രവൃത്തികളിൽ ആ മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ല. അത്തരമൊരു അന്തരീക്ഷത്തിൽ സത്യം സംസാരിക്കുന്നത് അപകടകരമോ അർത്ഥശൂന്യമോ ആയി തോന്നാം. ഒരു ശബ്ദത്തിന് എന്ത് വ്യത്യാസമാണ് വരുത്താൻ കഴിയുക എന്ന് ചിന്തിക്കാൻ എളുപ്പമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയുടെ ഒരു യുഗത്തിൽ ഓരോ ശബ്ദത്തിനും സ്വാധീനം ചെലുത്താനുള്ള കഴിവുണ്ട്. നമുക്കൊരു വേദി ഉണ്ടോ എന്നതല്ല പ്രശ്നം, അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. സ്നേഹത്തോടെ സത്യം സംസാരിക്കുമോ അതോ അനീതിക്കും പാപത്തിനു മുന്നിൽ മൗനം പാലിക്കുമോ? സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും ശരിയായതിനെ പ്രതിരോധിക്കാനും തെറ്റുകൾ നേരിടുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കാനും ഭയപ്പെടാത്ത ആളുകളായി മാറാൻ വിശുദ്ധ സ്നാപക യോഹന്നാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. എപ്പോൾ സംസാരിക്കണമെന്നറിയാനുള്ള ജ്ഞാനവും ആവശ്യമുള്ളപ്പോൾ സംസാരിക്കാനുള്ള ധൈര്യവും കോപത്തിൽ നിന്നോ സ്വയനീതിയിൽ നിന്നോ അല്ല, മറിച്ച് ദൈവത്തോടും നമ്മുടെ സഹോദരി സഹോദരന്മാരോടുമുള്ള യഥാർത്ഥ സ്നേഹത്തിൽ നിന്ന് സംസാരിക്കാനുള്ള വിനയം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, മൗനമായിരിക്കണമോ ശരിയായതിനു വേണ്ടി ധൈര്യത്തോടെ നിലകൊള്ളണമോ എന്ന് തിരഞ്ഞെടുക്കേണ്ട നിമിഷം വരുമ്പോൾ ദൈവത്തോടൊപ്പം നിൽക്കാനുള്ള വിശ്വാസവും ധൈര്യവും നമുക്കുണ്ടാകുമോ? അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ആശ്വാസം, പ്രശസ്തി അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷ പോലും നഷ്ടപ്പെടുത്തിയേക്കാം. എന്നാലും അത് സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ എപ്പോഴും നമുക്ക് ഇടവരട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.